നമസ്കാരം. ദീർഘനാളായി നിലനിന്ന യു.എസ്. ചൈന വ്യാപാര തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്കയും ചൈനയും വ്യാപാര കരാറിലെത്തി. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകൽ. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ട്രംപ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച 3 ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. അപൂർവ ഭൂമിധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യും. അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ചൈന നീക്കും. ഫാന്റനിൻ കടത്ത് തടയാൻ ഇടപെടുമെന്ന ഉറപ്പും ട്രംപിന് ഷീ ജിൻപിങ് നൽകി. ഡീൽ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൈനയ്ക്കുമേൽ 100 മുതൽ 155% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഭീഷണി ഒഴിഞ്ഞതാണ് ചൈനയുടെ ഏറ്റവും വലിയ ആശ്വാസം. ചൈനീസ് ഫെന്റാനിലിനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ 20-ൽ നിന്ന് 10% കുറച്ചു. ചൈനയ്ക്ക് മേലുള്ള അമേരിക്കയുടെ തീരുവ ഇതോടെ 57-ൽ നിന്ന് 47%. വ്യാപാര യുദ്ധത്തിലേക്ക് അമേരിക്കയും ചൈനയും നീങ്ങുമോ എന്ന് തോന്നിച്ചിടത്തു നിന്നാണ് ഇരു രാഷ്ട്രങ്ങളും വ്യാപാര കരാറിലേക്ക് എത്തിയത്. ഏപ്രിലിൽ ട്രംപ് ചൈനയിലെത്തും. പിന്നാലെ യു.എസിലേക്ക് ഷീ ജിൻപിങ്ങും എത്തും. ബന്ധം തുടരാൻ ഇരു രാഷ്ട്രങ്ങളും തീരുമാനിക്കുന്നത് ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് എങ്ങനെ ഗുണകരമാകും? അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിൽ ഇന്ത്യ ബദൽ കണ്ടത് ചൈനയും റഷ്യയുമായുള്ള ബന്ധത്തിലായിരുന്നു. അവിടെയാണ് ഇന്ത്യയ്ക്ക് മുൻപ് ട്രംപിന്റെ ഇടപെടൽ. അനാവശ്യ അവകാശവാദങ്ങളിൽ തട്ടി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നീണ്ടുപോകുമ്പോൾ അമേരിക്ക ചൈനയുമായി അടുക്കുന്നത് ഇന്ത്യക്ക് ഭീഷണിയാണോ? ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ, നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് എന്ന് കരുതിയ ഇടത്തുനിന്ന് ഒരു വ്യാപാര കരാറിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപും ഷീ ജിൻപിങ്ങും. ട്രംപ് 3 ആവശ്യങ്ങളായിരുന്നു ഈ ചർച്ചയിലേക്ക് പോകും മുൻപ് മുന്നോട്ട് വെച്ചത്. ആ 3 കാര്യങ്ങളും സാധിക്കുന്നു എന്നത് ട്രംപിന്റെ വിജയമാണോ അമേരിക്കയുടെ വിജയമാണോ? വിജയപരാജയങ്ങളെ വിലയിരുത്തുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിച്ച ഒരു ഡി എസ്കലേഷൻ അവിടെ ചെറുതായി നടന്നിരിക്കുന്നു. സമഗ്രമായ വ്യാപാര കരാർ ഇപ്പോഴും അകലെ തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഒരു ചുവട് കൂടി അടുത്തു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 8 മാസം ചൈന അമേരിക്കൻ ബന്ധങ്ങളിൽ ഒരു വലിയ റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച ഈ ലിബറേഷൻ ഡേ പ്രഖ്യാപനം, അതായത് ഏപ്രിൽ മാസം 2-ാം തീയതി എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ തീരുവകൾ ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ പ്രഖ്യാപിച്ച സമയത്തെ 34% അഡീഷണൽ തീരുവയാണ് പ്രഖ്യാപിച്ചത്. നിലവിലുണ്ടായിരുന്ന ഫെൻറ്റനിൽ നികുതി അത് തുടരുകയും 20% ഉണ്ടായിരുന്നത് അത് തുടരുകയായിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി ട്രംപ് നികുതികൾ ഉയർത്തി, അല്ലെങ്കിൽ ടാരിഫ് ഉയർത്തിക്കൊണ്ടുവന്ന് ഏതാണ്ട് 157% വരെ, അതായത് ചൈനയുടെ തിരിച്ചടി, അതിനുള്ള ബദൽ തിരിച്ചടി എന്ന നിലയിൽ 157% വരെ ഒരു വളരെ അപ്രായോഗികമായ ഒരു ടാരിഫ് പോളിസിയിലേക്ക് വരെ നീങ്ങി. പിന്നീട് ഡി എസ്കലേഷൻ കണ്ടു, വീണ്ടും എസ്കലേഷൻ കണ്ടു. ഇതിനെല്ലാം ഒടുവിൽ 6 വർഷത്തിന് ശേഷം ഇതാ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇതാ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കണ്ടിരിക്കുന്നു. അതും ഒരു ന്യൂട്രൽ കൺട്രിയിൽ വെച്ച്, അതായത് സൗത്ത് കൊറിയയിലെ ബുസാനിൽ വെച്ച് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോപ്പറേഷൻ കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ വെച്ച്, എപെക് സമ്മേളനത്തിൽ വെച്ചാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ രേണുക സൂചിപ്പിച്ച 3 വളരെ ട്രിക്കി ഇഷ്യൂസാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഫെൻറ്റനിൽ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ചൈനീസ് കറുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് അത് വെനിസ്വേല വഴി അമേരിക്കയിലെത്തുന്നു. അത് വലിയ രീതിയിലാണ് ട്രംപ് ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതായത് ഈ മയക്കുമരുന്നുകൾ, മദ്യം, ഇങ്ങനെയുള്ള വെനിസ്വേലയ്ക്കെതിരെ നീങ്ങാനും ട്രംപ് ഉപയോഗിക്കുന്നത് അതെ, വെനിസ്വേലയ്ക്കെതിരെ നീങ്ങാനും, വെനിസ്വേലയ്ക്കെതിരെയുള്ള ആ ഒരു വെനിസ്വേല സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള വെനിസ്വേലയ്ക്കെതിരെ നീങ്ങാനും ഈ ഒരു കാര്യം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫെൻറ്റനിലിനെ കാര്യത്തിൽ ചില ഉറപ്പുകൾ ചൈന നൽകി എന്നാണ് പറയുന്നത്. അല്ലാതെ ചൈന ഒഫീഷ്യലി പറയുന്നില്ല ഫെൻറ്റനിൽ ഞങ്ങൾ വൻതോതിൽ അമേരിക്കയിൽ ഡംപ് ചെയ്യത്തക്ക രീതിയിൽ കയറ്റി അയക്കുന്നു എന്ന് ഒരിക്കലും ഔപചാരികമായി ചൈന ക്ലെയിം ചെയ്തിട്ടില്ല. ഈ ഉറപ്പുകൾ ലഭിച്ചു എന്ന് ട്രംപ് പറയുമ്പോഴും ചൈനീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് അതേക്കുറിച്ച് കാര്യമായ സംസാരം ഉണ്ടായില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ട്രംപ് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നിരിക്കുന്നു. സോയാബീൻ കർഷകർക്ക്, അവിടുത്തെ അമേരിക്കയിലെ ഫാം ഓണേഴ്സ് ആൻഡ് ഫാംസ്റ്റേഴ്സ്, ചോളം, സോയാബീനൊക്കെ വൻതോതിലാണ് അമേരിക്ക ഉത്പാദിപ്പിക്കുന്നത്. അതിന് വിപണി കണ്ടെത്താൻ വേണ്ടി വർഷങ്ങളായി ചൈന വൻതോതിൽ സോയാബീൻ വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് റിസ്യൂം ചെയ്യുകയാണ്. ഒരിക്കൽ നിർത്തിവെച്ച വാങ്ങൽ
സോയാബീൻ നിർത്തി. അപ്പം ട്രംപ് ഈസ് ടേക്കിംഗ് ബാക്ക് സംതിങ് അറ്റ് ലീസ്റ്റ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് രണ്ടുമല്ല. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സമഗ്രമായ വ്യാപാര കരാറിലേക്ക് എത്തി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി റെയർ എർത്താണ്. അമേരിക്കയിലെ ഈ വലിയ രീതിയിലുള്ള ഇലക്ട്രോണിക് വ്യവസായം, വിമാനം മുതൽ യുദ്ധവിമാനങ്ങൾ മുതൽ റെഫ്രിജറേറ്റർ വരെയുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഒരുപാട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന ഈ വലിയ രീതിയിലുള്ള റോ മെറ്റീരിയൽ 17 മൂലകങ്ങൾ അടങ്ങുന്ന റെയർ എർത്ത്, ഇതിൻ്റെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ള ചൈനയുടെ കയറ്റുമതി ചൈന ഏകപക്ഷീയമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് എവിടെയാണ് വേദനിക്കുന്നത് എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. റെയർ എർത്ത് ഇല്ലാതെ അമേരിക്ക മുന്നോട്ട് പോകാനാവില്ല. അമേരിക്കയ്ക്ക് എപ്പോഴും കഴുകൻ കണ്ണുകളോടെ അമേരിക്ക കണ്ടിരുന്നത് ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് റെയർ എർത്ത് മിനറൽസ് ഉണ്ടോ, അത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലായിക്കൊള്ളട്ടെ, അത് ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയിലെ ഡൊണറ്റ്സ്ക് ലുഹാൻസ്ക് പ്രവിശ്യയിലായിക്കൊള്ളട്ടെ, അവിടെ നിന്നെല്ലാം ഇത് സോഴ്സ് ചെയ്യാനാവുമോ എന്ന ചിന്തയിലാണ് ട്രംപ്. ഒരു പക്ക ബിസിനസ്സുകാരനായ ട്രംപിന് വിഭവങ്ങൾ അമേരിക്കയിൽ എത്തിക്കണം. എന്നാൽ വ്യാപാര അടവശിഷ്ട നിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാവരുത്, അമേരിക്കയ്ക്ക് അനുകൂലമാകണം. ആ ട്രംപിനെ ഭരിച്ച പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അങ്ങനെയാണ് $295 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണ്, വ്യാപാര കമ്മിയാണ് ചൈന അമേരിക്ക വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് ചൈനയ്ക്ക് നേരെ ഉള്ളത്. എന്ത് വിധേനയും അത് കുറച്ചു കൊണ്ടുവരാൻ ഏത് അറ്റം വരെ പോകാനും അമേരിക്ക തയ്യാറായി. ഇപ്പം ചൈനയെക്കുറിച്ച് പറയുമ്പോൾ വളയ്ക്കുക ചെയ്യാൻ ഓടിക്കാനാവില്ല എന്ന പ്രായോഗിക ചിന്ത അത് ട്രംപിൻ്റെ മനസ്സിനെ ഭരിച്ചിട്ടിരിക്കണം. അതുകൊണ്ടാവണം ഇപ്പോൾ സമഗ്ര ഉടമ്പടിക്ക് മുൻപായിട്ടുള്ള ഒരു ഘട്ടം എന്ന നിലയിൽ, താൽക്കാലിക വെടിനിർത്തൽ എന്ന നിലയിൽ ഫെന്റനൽ ടാക്സ് 20% നിന്നും 10% കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 57% ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡിഫാക്ടോ 47% കുറയുന്നു എന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. തീർച്ചയായും. നിർമ്മൽ എബ്രഹാം, നോക്കൂ, ഈ ചർച്ചയിലേക്ക് പോകും മുൻപ് തന്നെ 3 ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. അത് ഏതാണ്ട് 155% ഈ തീരുവ ഉയർത്തും എന്ന പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ ചൈനയെ മെരുക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണോ ഷീ ജിൻപിങ്ങിന് മുന്നിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നത്? ഇവിടെ ചൈനയെ സംബന്ധിച്ച് അവരുടെ വലിയ തീരുവ ഭീഷണി ഒഴിവാകുന്നു എന്ന വലിയ ഒരു ആശ്വാസം അവർക്കുണ്ട്. പിന്നെ നോക്കിയാൽ 10% ഇളവ് മാത്രമാണ് ഫെന്റനിലുമായി ബന്ധപ്പെട്ട് അവരുടെ തീരുവയിൽ ഉണ്ടാകുന്നത്. അതിനുമപ്പുറം വലിയ നേട്ടങ്ങൾ കാണുന്നില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് ചൈന വലിയ രീതിയിൽ ഭീഷണികൾ ഉയർത്തുകയും ബദൽ മാർഗങ്ങൾ തേടുകയും അവരുടെ തീരുവ ഭീഷണിക്ക് മുന്നിൽ ഒട്ടും വഴങ്ങാതിരിക്കുകയുമാണ് ചെയ്തു വന്നിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ ചർച്ചയോടുകൂടി ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ ട്രംപിനെ സംബന്ധിച്ച് അല്പം മേൽക്കോയ്മ നൽകുന്നുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 10% ഫെന്റനൽ ടാരിഫ് കുറച്ചപ്പോഴും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 3-4 കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുമോ എന്ന ചോദ്യമുണ്ട്. ഒന്ന്, NVIDIA എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലാക്ക്വെൽ ചിപ്പുകൾ, അത്യാവശ്യം ചൈനയ്ക്ക് ഇതുവരെ ആക്സസ് ഇല്ലാത്ത രീതിയിലുള്ള ചിപ്പുകൾ വിൽക്കുമോ എന്നുള്ള ചോദ്യം മീഡിയ ചോദിച്ചപ്പോൾ ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ സെമി കണ്ടക്ടർ ചിപ്സ് ചൈനയ്ക്ക് നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യം ഒന്ന്. 2, ഈ റെയർ എർത്ത് മിനറൽസിന്റെ കേസിൽ ചൈനയ്ക്ക് അമേരിക്കയുടെ മേൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള ഒരുവിധം രാജ്യങ്ങൾക്കെല്ലാം മേൽക്കോയ്മയുണ്ട്, അവർക്കൊരു ആധിപത്യമുണ്ട്. അതിന് മേൽ തലവെച്ച് കൊടുത്തതാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെന്റ്സും മിനറൽസും, ഫോർ എക്സാമ്പിൾ ലിത്തിയം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കൊബാൾട്ട് പോലുള്ള മിനറൽസ് അത്യാവശ്യം ഏറ്റവും അധികം വേണ്ടിയത് അമേരിക്കൻ കമ്പനികൾക്ക്. വലിയ അമേരിക്കൻ കമ്പനികളായുള്ള ടെസ്ല ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ക്വാൽകോം ആയിക്കോട്ടെ, അവരൊക്കെ മുന്നോട്ട് പോകുന്നത് തന്നെ ചൈന ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ചൈനയെ പിന്തള്ളിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, കീപ് യുവർ ഫ്രണ്ട്സ് ക്ലോസ് ആൻഡ് യുവർ എനിമീസ് ക്ലോസ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ ശത്രുക്കളെ മെരുക്കിക്കൊണ്ട് പോകുന്ന ഒരു മാർഗമായിട്ട് ട്രംപ് ഇതിനെ കണ്ടു എന്നല്ലാതെ ട്രംപിന് ഒരു മേൽക്കോയ്മ കിട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപ് മുമ്പ് പറഞ്ഞത് ഫെന്റനിലാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. അമേരിക്കയിലേക്ക് എത്തുന്ന ശക്തമായിട്ടുള്ള ഡ്രഗായിട്ടുള്ള ഫെന്റനിലിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചൈനയാണ്. പണ്ട് ഒപ്പിയം വാർ നടത്തിയ പോലെ ഞങ്ങളുടെ യുവാക്കൾക്കിടയിൽ ഫെന്റനിൽ പ്രചരിപ്പിക്കുന്നത് ചൈനയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം 20% ടാരിഫ് ഒക്കെ ഇട്ടെടുത്തിന്ന് ഒരു വിട്ടുവീഴ്ച നടത്തി. ആ വിട്ടുവീഴ്ച നടത്തിയതിന് ഫലമായിട്ടാണ് റെയർ എർത്ത് മിനറൽസിന് മേൽ എക്സ്പോർട്ടിന്
തുടർന്നോളൂ നിർമ്മൽ. ശരി നിർമ്മല്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാ മനസ്സിലാകുന്നുണ്ടോ? കേൾക്കാം, തുടർന്നോളൂ. ഓക്കെ, അപ്പം എവിടെ വെച്ചായിരുന്നു കട്ടായിരുന്നു പറയുമെങ്കിൽ ഞാൻ അവിടെ നിന്ന് തുടരാം. ഫെന്റനിലിന്റെ കേസിൽ, അപ്പൊ ഫെന്റനിലിന്റെ കേസിൽ ഇപ്പം അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായല്ലോ. 20% ആയിരുന്ന 10% കുറച്ചു. അദ്ദേഹം ശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ചൈനയാണ് ഇതിന് പിന്നിൽ. അവിടുത്തെ പണ്ട് ഒപ്പിയംമാർ നടത്തിയ പോലെ ഫെന്റനിൽ അങ്ങോട്ട് കടത്തിവിടുന്നതും പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ചൈനയാണെന്നൊക്കെ പറഞ്ഞെടുത്ത് 10% താത്തിക്കൊണ്ടു വന്നു. അതുകൊണ്ട് മാത്രമാണ് റെയർ എർത്ത് മിനറൽസിന്റെ കേസിൽ വിപരീതമായിട്ട് ചൈന കൊടുത്തത്. പക്ഷെ മാത്രമല്ല, മൊത്തം ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡിന്റെ കേസ് നമുക്കറിയാം. 2004 തുടങ്ങി ക്വാഡ് 2007 ഒബാമ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ക്വാഡ് ഏകദേശം മരിച്ചതിന് തുല്യമായിരുന്നു. പിന്നീട് 2017 ഡൊണാൾഡ് ട്രംപ് ആണ് ക്വാഡിനെ പുനർജീവിപ്പിച്ചു കൊണ്ടത്. ബൈഡൻ ഒരുവിധം അതിന്റെ ലെഗസി പിന്തുടർന്നപ്പോഴും. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ നിർമ്മൽ. നോക്കൂ, ഇവിടെ ഇപ്പോ ട്രംപിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് വലിയ ഭീഷണിയായിരുന്നു. ട്രംപ് മറിച്ച് മറ്റ് ചില വിപണികൾ കണ്ടെത്താനൊക്കെയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ബദൽ തേടാനുള്ള വലിയ തരത്തിലുള്ള തീവ്രമായ ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നത് ട്രംപിന്റെ വലിയ ആവശ്യമായിരുന്നു. അവിടെ ചൈന വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ചോളം കർഷകരുടെ പ്രശ്നമാണ്. വലിയ രീതിയിൽ ചോളം കെട്ടിക്കിടക്കുന്നു. മറുവിപണികൾ കണ്ടെത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഇന്ത്യയുമായുള്ള കരാറിൽ ഉൾപ്പെടെ ട്രംപ് ഇവിടെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ചോളം ഇറക്കുമതി ചെയ്യണമെന്നതാണ്. റിപ്പബ്ലിക്കൻസ് ആണ് ഈ ചോളം കർഷകരിലേറെയും. അപ്പോൾ തങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ ആ പ്രതിസന്ധി ട്രംപിനെ വല്ലാണ്ട് ഉലയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇപ്പോൾ ട്രംപിന് അനുകൂലമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു. അതിനൊക്കെ പകരമായി കിട്ടുന്നത് ആകെ 10% താരിഫിന്റെ കുറവാണ് ചൈനയ്ക്ക് പ്രധാനമായും ലഭിക്കുന്നതെന്ന് വരുമ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച 3 കാര്യങ്ങളും ട്രംപിന് നേടാൻ കഴിയുന്നില്ലേ? പിന്നെ ഫെന്റനിനുമായി ബന്ധപ്പെട്ടു മുന്നോട്ട് പോയാലല്ലേ നമുക്കത് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. കാരണം ചൈനയുടെ അമേരിക്കയുടെ കേസിൽ പലപ്പോഴും പ്രോമിസസ് കീപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും ഇത് ബ്രേക്ക് ചെയ്യപ്പെടും. ഒരു ദിവസം പറഞ്ഞതല്ല പിറ്റേ ദിവസം നടക്കുന്നത്. ഉദാഹരണത്തിന് ചൈനയ്ക്ക് എൻവിഡിയ കൊടുത്ത ഉറപ്പാണ്. കാരണം പല ചിപ്സും ചൈനയ്ക്ക് സെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെഗുലേഷൻസ് അമേരിക്ക ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെഗുലേഷൻസിനെ മറികടന്നുകൊണ്ട് എൻവിഡിയ ചൈനയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ബ്ലാക്ക്വെൽ ചിപ്സ് അമേരിക്ക ഒടുവിൽ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് തീർച്ചയായിട്ടും പറഞ്ഞേനെ ഇല്ല, ബ്ലാക്ക്വെൽ ചിപ്സ് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞേനെ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇല്ല, നമ്മൾ ഒരുപാട് സെമി കണ്ടക്ടർ ചിപ്സ് കൊടുക്കും, ബ്ലാക്ക്വെലിന്റെ കാര്യം ഞങ്ങൾ ഇന്ന് സംസാരിച്ചില്ല എന്ന് എവിടെയും തട്ടാതെ മുട്ടാതെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഒരു ജഡ്ജ്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അമേരിക്ക. അല്ലാതെ ഇത് പൂർണ്ണമായിട്ടും ട്രംപിന്റെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രേഡ് ഓഫ് ആണ്. ഞങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേത് വേണ്ടെന്ന് വെക്കണം എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ട്രേഡ് ഓഫ് ആണ്. അത് ഞാൻ പറയാൻ കാര്യം, ഇപ്പം ചൈനയുടെ കേസിൽ അമേരിക്ക ഭയക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൈനയുടെ ഗ്ലോബൽ സ്ട്രെങ്ത് ആയിക്കോട്ടെ. ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് നമ്മൾ പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം മ്യാൻമാറിൽ ASEAN സമ്മിറ്റ് നടന്ന സമയത്ത് നരേന്ദ്രമോദി അവിടെ പോയില്ല. അവിടെ പോയിരുന്നെങ്കിൽ നമ്മുടെ ട്രേഡ് ഡീലിനെ കുറിച്ച് സംസാരം വന്നേനെ. ഇനിയിപ്പോ ക്വാഡിന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് ക്വാഡിന്റെ കാര്യം തീർച്ചയായും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി തന്നെ എത്താം. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ ഒരു സംയുക്ത പ്രസ്താവന ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യാപാര കരാർ വരെ എത്തിയെന്ന് പറയുമ്പോൾ പോലും ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുതയുണ്ട്. പല കാര്യങ്ങളിലും ഒരു ടെലിഫോൺ സംഭാഷണം നടന്നാൽ പോലും ട്രംപ് പറഞ്ഞതും പറയാത്തതും ഒക്കെ പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ആവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ആകെ തുക എന്താണ് എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഞാൻ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അത് 2ാം ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇനി ട്രംപ് ചൈനയിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏപ്രിലിൽ ആ കൂടിക്കാഴ്ച നടക്കും എന്നതാണ് കരുതുന്നത്. കൂടുതൽ ദൃഢമായി ഈ ബന്ധം കൊണ്ടുപോകാനുള്ള ആലോചന അല്ലെങ്കിൽ ധാരണ ഇരു രാഷ്ട്രങ്ങളുടെയും ഈ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഷീ ജിൻപിങ്ങും അമേരിക്ക സന്ദർശിക്കുമെന്ന് പറയുന്നു. പക്ഷേ പ്രത്യേകിച്ചൊരു തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഈ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. അമേരിക്ക, ചൈന അത് 2 രാഷ്ട്രങ്ങളാണ്. 2 ബദ്ധവൈരികൾ എന്ന നിലയിൽ കണ്ടിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. വ്യാപാര രംഗത്തായാലും മറ്റ് രംഗത്തായാലും പ്രതിരോധ രംഗത്തായാലും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ 2 വലിയ ശക്തികളായി നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവർക്ക് ഏതറ്റം വരെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ കാണുന്ന ഈ ഊഷ്മളമായ സൗഹൃദത്തിന്റെ ദൃശ്യങ്ങൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്? രേണുക, നമ്മൾ ഈ ചർച്ച
പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള ഫലത്തെക്കുറിച്ച് ഈ ഒരു ശരിയായ ചിത്രത്തിലല്ല ചർച്ച മുന്നോട്ട് പോകുന്നത്. നിർമ്മൽ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കാണേണ്ട കാര്യം, ഈ സംഘർഷങ്ങൾ ആരാ തുടങ്ങി വെച്ചത്? ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടങ്ങി വെച്ചത് ഡൊണാൾഡ് ട്രംപ് 2017 അദ്ദേഹം ആദ്യം പ്രസിഡന്റായിരിക്കുക. അപ്പോഴാണ് അദ്ദേഹം പിന്നെ ചൈനയ്ക്കെതിരെ ഉപരോധങ്ങളും ചൈനയ്ക്കെതിരെ ചുങ്കവും മറ്റൊക്കെ ഏർപ്പെടുത്തിയ പരിപാടി തുടങ്ങിയ ഒരു വ്യാപാര യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ചൈന അമേരിക്ക ബന്ധം കൂടുതൽ പ്രത്യക്ഷപരമായി തന്നെ ശത്രുതയിലേക്ക് കൊണ്ടുപോയ ആള് ട്രംപാണ്. ആ ട്രംപ് തുടങ്ങി വെച്ചത് പിന്നെ ബൈഡൻ അധികാരത്തിൽ വന്നെങ്കിലും അദ്ദേഹം അത് തുടർന്നുകൊണ്ടുപോയി. അദ്ദേഹം അതിനകത്ത് മാറ്റം വരുത്തി. അദ്ദേഹം ചില കാര്യങ്ങളിൽ ചിപ്പ് ആക്ട് പോലെയുള്ള അതായത് ഒരു കാരണവശം കൊണ്ടുവന്നു ബൈഡൻ. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സോയാബീൻ അമേരിക്കയിൽ നിന്ന് ചൈന വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അത് അമേരിക്കയിലേക്ക് ഈ റെയർ എർത്തുകൾ ചൈന കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ഈ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തിവെക്കേണ്ടി വന്നു ചൈനയ്ക്ക്. എന്തുകൊണ്ട് നിർത്തിവെക്കേണ്ടി വന്നു? ആവശ്യമില്ലാത്ത തരത്തിൽ ചൈനയ്ക്കെതിരായിട്ടുള്ള താരിഫുകൾ വർദ്ധിപ്പിച്ചപ്പോൾ അതിനുള്ള തിരിച്ചടി എന്നുള്ള നിലയ്ക്കാണ് ചൈന ഇതെല്ലാം തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പൊ ആ തിരിച്ചടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ട്രംപാണ് ഈ ചൈനയിലേക്ക് പോയത്. ചൈനയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് താല്പര്യപൂർവ്വം ഫോൺ വിളിക്കുക, സംസാരിക്കുക, ആൾക്കാരെ അയക്കുക, സ്പെയിനിൽ മാഡ്രിഡിൽ വെച്ച് ചർച്ച നടത്തുക, കോലാലംപൂരിൽ വെച്ച് ചർച്ച നടത്തുക, ഇതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തത് വാസ്തവത്തിൽ ട്രംപാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ചർച്ച നടത്തുന്നത്? ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ നിർമ്മൽ സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ റെയർ എർത്ത് കിട്ടിയില്ലെങ്കിൽ ചൈനയിലെ ഇലക്ട്രിക് വ്യവസായം, ഇലക്ട്രോണിക് വ്യവസായവും അങ്ങനെയുള്ള വൻ വ്യവസായങ്ങൾ, ക്രിക്കറ്റ് മേഖലയിൽ തന്നെ ഉള്ള വൻ വ്യവസായങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാവുക. അപ്പൊ ആ തിരിച്ചടി ഇല്ലാതാക്കാൻ, അതിനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൈനയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തതാണ് വാസ്തവത്തിൽ ട്രംപ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ ചൈന കീഴടങ്ങിയോ ചൈനയുടെ ഭാഗത്ത് വിജയം ഉണ്ടാവില്ല. എന്താണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നൊക്കെ പറയുന്നത്? ഈ ചൈനയുടെ അടുത്തേക്ക് ട്രംപ് വന്നിട്ട് ഈ ഞാനിത് കുറച്ചിരിക്കുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അത് കൃത്യമായി നിർമ്മൽ സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് ലോകത്ത് വേറെ സംഗതികളൊന്നും വേണ്ട. ചൈനയ്ക്ക് വേണ്ടത് സെമി കണ്ടക്ടറിന്റെ ടെക്നോളജിയാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു അടുത്ത കുതിപ്പിലേക്ക് ചൈന ഓൾറെഡി ആ കാര്യത്തിൽ ഏതാണ്ട് വലിയ കുതിപ്പ് നടത്തി കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ തരത്തിലുള്ള സാധനം ഉണ്ടാവണം, അത് കിട്ടണം, അത് കിട്ടും എന്ന് കൊടുക്കുമെന്ന് NVIDIAയുടെ ആളുകളെ ചൈനയിലേക്ക് വിടുകയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെയാണോ? അതുപോലെ തന്നെ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇദ്ദേഹം വരുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ തായ്വാൻ എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യണം. തായ്വാൻ എന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അദ്ദേഹം. ചൈനയുടെ വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അതായത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ, സോയാബീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, റെയർ എർത്ത് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്ന കാര്യം, ഇതെല്ലാം ചൈന ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചൈന നിർത്തിവെച്ചു. ചൈനയ്ക്ക് അതിനുള്ള കരുത്തുണ്ട്, ചൈനയ്ക്ക് അതിനുള്ള ശേഷിയുണ്ട്. അമേരിക്കയെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ശേഷിയുള്ള രാജ്യമാണ് ചൈന എന്ന് ചൈന ഒരിക്കൽ കൂടി കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തരാം എന്ന് മാത്രമല്ല, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫെന്റനിലിന്റെ പ്രശ്നമുണ്ട്. ഫെന്റനിലിന്റെ ഉൽപ്പന്നങ്ങൾ അതിനുള്ള കെമിക്കൽസ് ചൈനയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്, സംശയമില്ല. പക്ഷെ അത് വെനസ്വേല വഴിയല്ല പോകുന്നത്. വെനസ്വേലയിൽ നിന്നും പോകുന്നതല്ല, കൊളംബിയ, മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഫെന്റനിൽ പോകുന്നത്. ഇപ്പോ ഈ ഫെന്റനിലിന്റെ പേരിൽ, അതായത് വെനസ്വേലയിൽ നിന്ന് വരാത്ത ഫെന്റനിലിന്റെ പേരിൽ അവരുടെ കപ്പലുകളെയും മെക്സിക്കോയുടെയും കൊളംബിയയുടെയും ബോട്ടുകളെ ആക്രമിച്ച് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഏതാണ്ട് 50 ആളുകളെ കൊന്നു കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ്. എല്ലാ അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്. അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട്. 2003 ഇറാഖ് ആക്രമിച്ച് കീഴടപ്പെടുത്തിയതുപോലെ ഏറ്റവും എണ്ണ സമ്പന്നമായ വെനസ്വേലയെ കീഴടക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യം. അതായത് ഇവിടെ രേണുക സൂചിപ്പിച്ച പോലെ ഏതെല്ലാം രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, നാച്ചുറൽ റിസോഴ്സ് ഉണ്ടോ, അതെല്ലാം കൈവശപ്പെടുത്താനുള്ള ഭ്രാന്തമായ ശ്രമത്തിലാണ് ട്രംപ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വെനസ്വേല അടുത്ത ഇറാഖായി മാറിക്കൂടായില്ല. അതിനുള്ള എല്ലാ പണികളും ഒപ്പിക്കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു പ്രചരണമാണ് വാസ്തവത്തിൽ വെനസ്വേലയിൽ നടക്കുന്ന ആകെ അമേരിക്കയിൽ എത്തുന്ന മയക്കുമരുന്നിന്റെ 5% മാത്രമേ വെനസ്വേലയിൽ നിന്ന് വരുന്നുള്ളൂ. അത് തന്നെ കൊക്കൈനാണ്. മെക്സിക്കോ, കൊളംബിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഏറ്റവും അധികം ഫെന്റനിൽ വരുന്നത്. അമേരിക്കയിലെ ആൾക്കാർ വാങ്ങിച്ച് കഴിച്ചു മരിക്കുന്നതും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അതായത് നമ്മൾ തിരിച്ചാണ് കാണേണ്ടത്. അതായത് ട്രംപ് ആഗ്രഹിച്ചെല്ലാം നേടിയെന്നുള്ളതല്ല, ട്രംപ് അങ്ങോട്ട് വെച്ചത് ട്രംപ് കുറച്ച് തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും അമേരിക്ക തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പോ ഒരു സമാധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചർച്ചയിലൂടെ ഒന്നും അമേരിക്ക ചൈന സംഘർഷമൊന്നും തീരാൻ പോകുന്നു. എന്തുകൊണ്ട് തീരാൻ പോകത്തില്ല? അമേരിക്ക കാണുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്.
ലോകത്ത് അവരുടെ, അതായത് അമേരിക്കയുടെ മേധാവിത്വം സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള അവരുടെ മേധാവിത്വത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി ചൈന തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് 2020-21 കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പട്ടാളത്തെ എല്ലാം പിടിച്ചുകൊണ്ട് അമേരിക്ക തിരിച്ചു പോയപ്പോൾ ബൈഡൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ അഫ്ഗാനിസ്ഥാനൊന്നും അല്ല പ്രശ്നം, ഞങ്ങളെ സംബന്ധിച്ച് ചൈനയാണ്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ക്വാഡ് ആവട്ടെ, ഇന്തോ പസഫിക് ആവട്ടെ, ഓക്കസ് ആവട്ടെ, അങ്ങനെയുള്ള സൈനികേതരമായ സഖ്യങ്ങളിലൂടെ ചൈനയെ വരിഞ്ഞു മുറുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. പക്ഷെ ഇപ്പോ നമ്മൾ സാധാരണ പറയും, ഈ അമേരിക്കൻ പ്രസിഡന്റിന്, അമേരിക്കയ്ക്ക് പൊതുവിലുള്ള ഈ അവരുടെ മേൽക്കോയ്മ രാഷ്ട്രീയം ഉള്ളപ്പോൾ തന്നെ ഈ ട്രംപിനുള്ള ഒരു പ്രത്യേക പ്രശ്നം, ട്രംപ് ഈ ജിയോ പൊളിറ്റിക്സിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ജിയോ ഇക്കണോമിക്സിനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന് എത്രയധികം നേട്ടമുണ്ടാക്കാമെന്ന് പറയുന്ന ഒരു പദ്ധതി, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ താരിഫ് എന്ന് പറയുന്ന വജ്രായുധം പുറത്തെടുത്തുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ, അതായത് ചൈനയുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് വന്നത്. അല്ലാതെ ഈ ട്രംപിന് ഇവിടെ പുതിയ നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. ട്രംപ് ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിൽ കുറച്ച് പരിഹാരം ട്രംപ് തന്നെ കണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായും. ഇവിടെ ഇപ്പോ മോഹൻ വർഗീസ് നോക്കൂ, ട്രംപ് ചൈനയോട് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി മറ്റു രാഷ്ട്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു പരിധിവരെ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈന കൂടുതൽ ശക്തമായി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടത്തിലും ട്രംപ് പിൻവലിയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ താരിഫ് ഭീഷണിയിൽ നിന്ന് പോലും ട്രംപ് ഇത്രയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നു, പിന്നീട് ട്രംപ് തന്നെ അതിനോട് പിൻവലിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചൈനയെ ബുദ്ധിമുട്ടിക്കാനായി ട്രംപ് കൊണ്ടുവന്ന പല പദ്ധതികളും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിപൂർവ്വമായി ചൈന അതിനെ മറികടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതിക്ക് മേലുള്ള നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ട്രംപിന് നൽകി തന്നെയാണ് ഷീ ജിൻപിങ് ഈ കൂടിക്കാഴ്ചയിലേക്ക് എത്തുന്നത് പോലും. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളുണ്ട്, അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്ത് രണ്ടുപേർക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിൽ പലപ്പോഴും ലോക വിപണിയിൽ ഈ തർക്കം രൂക്ഷമാകുന്നു എന്ന് കാണുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓഹരി വിപണികൾ ഇടിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യാപാര കാര്യങ്ങളിൽ ഒരു പരിധിവരെ സഹകരിച്ച് ഇരു രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് വേണം മനസ്സിലാകാൻ. ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ, പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ, അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക്, ലോക രാഷ്ട്രങ്ങൾക്കും ഒരു പരിധിവരെ അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ? ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ല, മറിച്ച് വ്യാപാര കാര്യത്തിൽ കൂടുതൽ സഹകരണം എന്ന് വരുമ്പോൾ. രേണുക, ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് എന്നാണ് ഒരുപക്ഷെ ഈ 30 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്കയുടെയും 19 ട്രില്യൺ ഇക്കോണമിയായ ചൈനയുടെയും തമ്മിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ആകമാന ഒരു സാമ്പത്തിക അവസ്ഥ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ഈ യുദ്ധം, വ്യാപാര യുദ്ധം ട്രംപ് തുടങ്ങി വെച്ച്, ചൈനയല്ലല്ലോ തുടങ്ങി വെക്കുന്നത്, അത് ജോസഫ് ആൻ്റണി സാറ് പറഞ്ഞ കൃത്യമാണ്. അമേരിക്ക തുടങ്ങി വെച്ച, ട്രംപ് എന്ന വ്യക്തി തൻ്റെ ആദ്യ ഊഴത്തിൽ തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം അതൊരു അസ്വീകാര്യമായ ലെവലിലെത്തിയിരിക്കുന്നു. നോക്കൂ, രേണുക ഇവിടെ സൂചിപ്പിച്ച ലോക ഓഹരി വിപണി അത് വളരെ ജിറ്ററിയാണ്. കാരണം എങ്ങനെയാണ് ഈ ഗ്ലോബൽ ക്യാപിറ്റൽ എവിടെ നിന്ന് എവിടേക്കാണ് ഒഴുകേണ്ടത് എന്നതിന് കൃത്യമായ ദിശാബോധം നഷ്ടപ്പെടുകയാണ്. ചൈനയെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി കാണാമോ, അതോ വെൽത്ത് തിരിച്ചൊഴുകുമോ, ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് ഗോൾഡിൻ്റെ വില, ലോക വിപണികളിൽ സ്വർണത്തിൻ്റെ വില വളരെ വലിയ തോതിൽ വർദ്ധിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ 4-5 മാസമായി ഈ അനിശ്ചിതത്വമാണ്. അപ്പോൾ ട്രഷറി ബോണ്ടുകൾ സംബന്ധിച്ച് അനിശ്ചിതത്വമുണ്ട്, ഈ ഫെഡറൽ റിസർവ്സ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമുണ്ട്, ഈ കറൻസിയുടെ വാല്യൂ, ഡോളറിൻ്റെ തന്നെ വാല്യൂ ഇവിടേക്ക് എത്തി നിൽക്കും, ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ലോകം മാറി ചിന്തിച്ചതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വരുന്നതിന് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഏതാണ്ടൊരു ചെറിയ ധാരണയിലെത്തിയതായി വരുന്നത്. അതിന് തൊട്ട് മുമ്പ് സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നത് കണ്ടു. ഏതാനും ദിവസങ്ങൾ കറക്ഷൻ പാത്തിലായിരുന്ന സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നത് കണ്ടു. റിസർവ് പലിശ കുറയ്ക്കുകയും ചെയ്തു. പലിശ നിരക്ക് ഫെഡറൽ റിസർവ് 2.25% പലിശ നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ആ രീതിയിലുള്ള ചലനങ്ങൾ ഓഹരി വിപണിയിൽ പോസിറ്റീവായി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അനിശ്ചിതത്വത്തിൻ്റെ കാർമേഘങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജിയോ ഇക്കണോമിക്സിൽ ആവശ്യത്തിൽ അധികം ശ്രദ്ധ
ചെലുത്തുന്ന അമേരിക്കയ്ക്ക് ആത്യന്തികമായി ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് വരേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവിടെ പരിഗണിക്കേണ്ടി വരും. അമേരിക്കയ്ക്കുള്ള ചൈന പോളിസിയിൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള, പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ചൈന പോളിസി സാധ്യമല്ല എന്നാണ് എക്കാലത്തും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഇന്ത്യ ഒരു 4.1 ട്രില്യൺ ഇക്കോണമി മാത്രമായിരിക്കാം. ചൈനയുടെ 19 ട്രില്യനേക്കാൾ വളരെ താഴെയാണ്. പക്ഷേ ഭാവി വളർച്ചാ സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് വലിയ ആശങ്കകൾ അമേരിക്കയ്ക്കുണ്ട്. പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അത് പോകും. അതുകൊണ്ടാണ് ഒരു ബാലൻസിങ് ആക്ട്, ബ്ലോയിറ്റ് ഹോട്ട് ആൻഡ് ബ്ലോയിറ്റ് കോൾഡ്, ഈ രീതിയിലാണ്. ഇത് നോക്കൂ, ഞാൻ 1-2 ഉദാഹരണങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന, ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്ന 1-2 തീരുമാനങ്ങൾ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന തീരുമാനങ്ങൾ. അതിൽ ഒന്ന്, ഇറാനിലെ ചബഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി പണിത ആ തുറമുഖം, അതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന ഉപരോധം, അല്ലെങ്കിൽ ഇറാനെതിരെ 2018 മുതലുള്ള ഉപരോധം തുടരുമ്പോഴും ചബഹാർ വാസ് ഇൻസുലേറ്റഡ്. പക്ഷേ ആ ഇൻസുലേറ്റഡ് ലിസ്റ്റിൽ നിന്നും, ആ ഉപരോധത്തിൻ്റെ ഇൻസുലേഷനിൽ നിന്നും മാറി കഴിഞ്ഞ 2 മാസമായി ചബഹാറിനെതിരെയും ഉപരോധമാണ്. ആ ഉപരോധം ഈ 2026 ജനുവരി വരെയെങ്കിലും നീക്കുന്നതായ പ്രഖ്യാപനം ഇന്ത്യയെ കൂടെ ചേർത്ത് പിടിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന ഒരു നിലപാടായി കാണാം. സമാന്തരമായി തൊട്ട് കിഴക്ക് പാകിസ്ഥാനിൽ, അതായത് ഇത് സിസ്റ്റേൺ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ്, ഇറാനിലാണ് തുറമുഖം. ഇവിടെ പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ്റെ തുറമുഖമായ പസ്നി തുറമുഖം, പുതിയതായി ഈ ഒരു ഫിഷിംഗ് ഹാർബറായിരുന്ന പസ്നിയിൽ പുതിയ ഒരു നാവികത്താവളം, അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും സംയുക്ത ആതിഥേയത്തിൽ ഒരു നാവികത്താവളം വരാനുള്ള $1.2 ബില്യൺ പദ്ധതി പൈപ്പ് ലൈനിലാണ്. അത് ഏതാണ്ട് ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അസിം മുനീറിൻ്റെ, പാകിസ്ഥാൻ സൈനിക ജനറൽ അസിം മുനീർ നിരന്തരമായി അമേരിക്ക സന്ദർശനം നടത്തുന്നു. ഏതാണ്ട് 1-to-1 രീതിയിൽ തന്നെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സൈനിക നേതൃത്വവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ചൈനയെ ഒരു പരിധിവരെ പാകിസ്ഥാൻ ഒഴിവാക്കി നിർത്തുകയും, അല്ലെങ്കിൽ അമേരിക്കയെയും ചൈനയും ഒരുപോലെ കോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ നയം, അവിടെ ഇന്ത്യയാണ് മറുപക്ഷത്തെന്ന് ഓർക്കണം. ഇറാൻ ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു, പാകിസ്ഥാൻ ഗെറ്റ് സാൻഡ്വിച്ച്. അപ്പം ഇതെല്ലാം ചേർത്ത് ഒരു കോംപ്രിഹെൻസീവായ ഒരു ജിയോ പൊളിറ്റിക്കൽ ആംഗിളിൽ മാത്രമേ ആത്യന്തികമായി അമേരിക്കയ്ക്ക് ആ പ്രദേശത്തെ കാണാനാവൂ. അതുകൊണ്ട് ചൈനയുമായൊരു ഡീൽ ഉണ്ടാക്കി എല്ലാം ഇവിടെ ഭദ്രം എന്ന് പറയുന്നതിനേക്കാൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൻ്റെ ഒരു റണ്ണപ്പിൽ വരുന്ന ഓരോ നാഴികക്കല്ലായി ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ 10% നികുതി കുറച്ചുകൊണ്ട് വരുന്ന ആ ഒരു നടപടിയെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ചൈനയുമായും അമേരിക്ക ബന്ധം ആഗ്രഹിക്കുന്നു. അത് പ്യോർലി വ്യാപാര ബന്ധമാണ്. ഒരു സ്ട്രാറ്റജിക് റൈവലാണ് ചൈന. അത് ആത്യന്തികമായി അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഒരിക്കലും സ്ട്രാറ്റജിക് റൈവലല്ല, തന്ത്രപ്രധാനമായ ഒരു പങ്കാളി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ തന്ത്രപ്രധാനമായ പങ്കാളിയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ ശത്രുപക്ഷത്തേക്കായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന ചില നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് നീണ്ടുപോവുകയാണ്. അമേരിക്കയ്ക്ക് മറുപടിയുമായി പീയൂഷ് ഗോയലിന് രംഗത്ത് വരേണ്ടി വന്നു. ഭീഷണി മുനമ്പിൽ കരാർ ഒപ്പിടില്ല എന്ന് പറയേണ്ടി വന്നു. കൂടിക്കാഴ്ചകൾക്കുള്ള അവസരം, ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ബോധപൂർവമോ അല്ലാതെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് വ്യാപാര തലത്തിലെങ്കിലും ട്രംപ് ഇപ്പോൾ ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത് ഭീഷണിയാണോ, എന്ത് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നത് നമുക്ക് പരിശോധിക്കാം 2ാം ഘട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ നിർമ്മൽ എബ്രഹാം, ചൈനയുടെ തീരുവ 57-ൽ നിന്ന് 10% കുറഞ്ഞ് 47-ലേക്ക് എത്തുമ്പോൾ അമേരിക്ക ഏറ്റവും തീരുവ ചുമത്തുന്ന രാഷ്ട്രമായി വീണ്ടും ഇന്ത്യ മാറുകയാണ്, ഇന്ത്യയും ബ്രസീലും. ഇവിടെ ഇന്ത്യയുടെ മേൽ അമിത തീരുവ ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അവിടെ വളരെ ഊഷ്മളമായ ബന്ധം ഈ 3 രാഷ്ട്രങ്ങൾക്കും ഇടയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആഗോള തലത്തിൽ ഈ ശാക്തിക ചേരികൾ മാറുന്നു, ഇന്ത്യ ഒരു ബദൽ തേടുന്നു, അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകൾ നമ്മൾ ഈ ഫോറത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അവിടെയാണ് 2 മാസങ്ങൾക്കിപ്പുറം ചൈനയുമായി ഒരു വ്യാപാര കരാറിൻ്റെ അന്തിമ ധാരണയിലെത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അടുത്ത ആഴ്ച അത് ഒപ്പിടും എന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അത് ഇന്ത്യക്കൊരു തിരിച്ചടിയാണോ?
ചൈനയെ സംബന്ധിച്ച് അമേരിക്കയുമായി വ്യാപാര തലത്തിൽ അത്തരമൊരു ഏറ്റുമുട്ടലില്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇന്ത്യയോട് കൂടുതൽ സഹകരണം എന്നത് അനിവാര്യമല്ലാത്ത ഒരു ഘട്ടം വരുന്നു. അമേരിക്കയ്ക്ക് അവരുടെ സോയാബീനും ചോളവും വിട്ടഴിക്കാൻ ചൈന വിപണി തുറന്നിടുകയാണെങ്കിൽ അത് ഇന്ത്യയുമായി ചർച്ച ചെയ്ത് ഇന്ത്യയെ കൊണ്ട് ഒരു വ്യാപാര കരാർ ഏറ്റവും എളുപ്പം സാധ്യമാക്കേണ്ടുന്ന സാധ്യതയോ സാഹചര്യമോ അമേരിക്കയെ സംബന്ധിച്ച് കുറയുന്നു. അതൊക്കെയും ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ പിന്നോട്ട് പോകാനും കൂടുതൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടുന്നതുമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ? എങ്ങനെയാണ് ഇത് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത്? എനിക്ക് ട്രേഡ് വൈസ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ചെറിയൊരു ലിവറേജ് നഷ്ടമായി എന്ന് പറയേണ്ടി വരും. അതിലൊന്ന്, ഇപ്പൊ ചൈനയുമായിട്ടുള്ള എക്സ്പോർട്സ് US വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു ക്ഷീണമാണ്. കാരണം മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ചൈനയിൽ നിന്ന് അകലുന്ന ഡൊണാൾഡ് ട്രംപോ എന്നൊരു ചോദ്യത്തിലാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെ അകലുവാണെന്നുണ്ടെങ്കിൽ ആ ഡൈവേഴ്സിഫൈ ചെയ്തു പോകുന്ന ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇന്ത്യക്കായിരുന്നു എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. പക്ഷെ ചൈനയുമായിട്ടുള്ള എക്സ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും എന്നുള്ളതൊന്ന്. രണ്ട്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ കേസിലാണ് ട്രംപ് ഇന്ത്യയോട് വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു മേഖലകളിൽ ഒന്നായിരുന്നത്. അവിടെ ഒരു ആശ്വാസം ട്രംപിന് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നെഗോഷിയേഷനിലും ഇന്ത്യക്ക് ചെറിയൊരു തിരിച്ചടിയാണ്. പക്ഷെ ഇതില് നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ദുഃഖിതരാകേണ്ട ആവശ്യമില്ല. കാരണം ആ ബേസ് ലൈൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ചൊരു കാര്യം സത്യമാണെങ്കിലും, അതായത് ഇന്ത്യ വളരെ പിന്നിലാണെങ്കിലും നമ്മൾ 4th ലാർജസ്റ്റ് എക്കോണമി ആണ് എന്ന് പറയുമ്പോഴും ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഏത് കാര്യം എടുത്താലും ശരി, കോടി ജനങ്ങൾ, ഇവിടെ 140 കോടി ജനങ്ങൾ. പക്ഷെ അവിടുത്തെ 140 കോടി ജനങ്ങളുടെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഫ്ലുവന്റ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആണ്. നമ്മളെക്കാളും പർച്ചേസിംഗ് പവറുള്ള മിഡിൽ ക്ലാസ് ആണ്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവര് മെനഞ്ഞെടുത്തിട്ടുള്ള BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് മേൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആധിപത്യം ചൈനയ്ക്കുണ്ട്. ഇന്ത്യക്കുണ്ടോ? ഇല്ല. യുണൈറ്റഡ് നേഷൻസിൽ വീറ്റോ പവറുള്ള രാജ്യമാണ് ചൈന. ഇന്ത്യക്കുണ്ടോ? ഇല്ല. എക്സ്പോർട്ട് എടുത്തു. നമ്മൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള എക്സ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ബൈലാറ്ററൽ ട്രേഡിന്റെ 5 or 6 ഇരട്ടിയാണ് ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ബൈലാറ്ററൽ ട്രേഡ്. ചൈനയിൽ നിന്ന് നേരത്തെ ജോസഫ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അമേരിക്കൻ കമ്പനീസ് എന്തിലാ ഫോക്കസ് ചെയ്യുന്നത്? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ പ്രശ്നമാണ് ചൈന. അപ്പൊ ഒരു കാരണവശാലും ഇന്ത്യയുമായിട്ടൊരു കമ്പാരിസൺ അമേരിക്ക ചൈനയ്ക്ക് വെക്കില്ല. കാരണം ചൈന എന്ന് പറഞ്ഞാൽ ഇൻഡിസ്പെൻസിബിൾ ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ അമേരിക്ക തീർച്ചയായിട്ടും ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇത്തരത്തിലുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ടെറിട്ടറി ഇൻവേഡ് ചെയ്യാൻ ചൈന ശ്രമിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ക്വാഡിന്റെ കേസിൽ സംഭവിച്ചത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ, കാരണം ക്വാഡ് നമ്മൾ ശരിക്കും വിചാരിച്ചു വെച്ചിരുന്നത് ട്രംപാണ് പുനർജീവിപ്പിച്ചത് ക്വാഡിനെ. 2025 ട്രംപ് തിരിച്ചു വരുന്ന ജാനുവരി ഇനോഗ്രേഷൻ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ എല്ലാം മീറ്റിംഗ് വെച്ചു. എന്നാൽ ഇപ്പോ ട്രംപ് ക്വാഡിനെ കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. അതിന്റെ ഒരു തവണ പോലും ക്വാഡിനെ കുറിച്ച് ഒരു കമന്റ് പോലും അദ്ദേഹം പാസ്സാക്കിയിട്ടില്ല. അത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എവിടെ പോയി ചൈനയ്ക്കെതിരായിട്ടുള്ള ആ വികാരം, അവിടെയാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇന്ത്യക്ക് നിൽക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കൺസേണിംഗ് ആണ്. കാരണം ഇന്ത്യയെ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് ഒരു ട്രേഡ് പാർട്ണറായിട്ട് വന്നിരുന്ന അമേരിക്ക ഇപ്പൊ പതുക്കെ അതൊന്ന് വലിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിൽ തികച്ചും ന്യായമായ റീസണിങ് അമേരിക്കയ്ക്കുണ്ട്. നിലവിലെ സിറ്റുവേഷനിൽ US എക്കോണമി ഷട്ട് ഡൗണിലാണ്. അവര് ഡെറ്റ് ട്രംപ് കയറിയതിനു ശേഷം 5 or 6 ട്രില്യൺ വർദ്ധിച്ചിരിക്കുകയാണോ? എല്ലാം വേണ്ട. സെക്യൂരിറ്റി US ട്രഷറി സെക്യൂരിറ്റീസ് ഉണ്ട്. ഈ ട്രഷറി സെക്യൂരിറ്റീസ് തന്നെ ചൈന ഏകദേശം 1 ട്രില്യന് മേലുള്ള ട്രഷറി സെക്യൂരിറ്റീസ് ചൈനയ്ക്കുള്ളത്. എസെൻഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ 1 ട്രില്യന് മേൽ കടം കൊടുത്തിരിക്കുകയാണ് ചൈന അമേരിക്കയ്ക്ക്. ആ ട്രഷറി സെക്യൂരിറ്റീസ് കുറച്ചെടുത്തങ്ങ് ഒരുമിച്ച് വിറ്റാൽ തന്നെ അമേരിക്കൻ മാർക്കറ്റിനെ അത് ഇളക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലിവറേജ് ഒന്നും ഇന്ത്യക്ക് അമേരിക്ക മേലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ദുഃഖിതരാകാനോ കുറ്റം പറയാനുള്ള ഒരു സാഹചര്യമല്ല. അൺഫോർച്ചുനേറ്റ്ലി ശരിയാണ്, വളർന്നു വരുന്ന ഒരു ശക്തിയാണ്. പക്ഷെ ചൈനയ്ക്ക് മുന്നിൽ നമ്മൾ ഒരുപാട് പിന്നിൽ തന്നെയാണ്. തീർച്ചയായും. ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ ഇപ്പോൾ തോക്ക് ചൂണ്ടി കരാറിൽ ഒപ്പിടിപ്പിക്കാനാകില്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അത് ട്രംപിനുള്ള മറുപടിയായും ട്രോളായും ഒക്കെ മാധ്യമങ്ങൾ ആഘോഷിച്ചു. പക്ഷേ ഇതേ പീയൂഷ് ഗോയൽ അമേരിക്കയിൽ കൂടുതൽ വഴങ്ങുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ ഈ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി കൂടുതൽ സഹകരണത്തിന് സന്നദ്ധമാണ് എന്ന തരത്തിൽ സംസാരിക്കുന്നതിൻ്റെ വാർത്തകളും നമ്മൾ കേട്ടതാണ്.
അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ കുറയ്ക്കുന്നു. അതിന് ആഗോള വിപണിയിലെ എണ്ണവിലയിലെ മാറ്റമാണ് കാരണമായി പുറമേക്ക് പറയുന്നതെങ്കിലും അമേരിക്കൻ സമ്മർദ്ദമാണ് കാരണമെന്നതാണ് ഒരു വസ്തുത. മാത്രവുമല്ല, അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനും അവർക്ക് ഈ ഉണ്ടാകുന്ന വ്യാപാര കമ്മി കുറയ്ക്കാനുമുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ വ്യാപാര കരാർ ഇതുവരെ അന്തിമമായിട്ടില്ല എന്നൊരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് തന്നെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുമായി ഉടൻ തന്നെ വ്യാപാര കരാറിലേക്ക് എത്തും എന്നത്. ഇന്ത്യ കൂടുതൽ വിലപേശലുകൾക്ക് വഴങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമാണോ ഇവിടെ സംജാതമാകുന്നത്? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് അമേരിക്കയ്ക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രാധാന്യമായിട്ടുള്ളതെന്ന് നമ്മൾ കാണണം. അതിന് ചൈനയുമായിട്ട്, അതായത് പണ്ട് ഈ ഒബാമയുടെ സമയത്ത് തന്നെ ഈ G2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിരുന്നു. അതായത് ചൈനയും അമേരിക്കയും ചേർന്നുള്ള ഒരു ശക്തമായ സഖ്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ആശയം വന്നിരുന്നു അന്ന് തന്നെ. അപ്പൊ അത് പക്ഷെ അന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോയില്ല. പക്ഷേ ആ G2 എന്ന് പറയുന്ന ആശയത്തെ മനസ്സിൽ വെച്ച് താലോലിക്കുന്ന ഒരാളാണ് ട്രംപ്. കാരണം വെച്ചാൽ ചൈനയും അമേരിക്കയും തമ്മിൽ ശക്തമായ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്താൽ അത് തീർച്ചയായിട്ടും ഈ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കും വളരെ ശക്തമായ ഗുണകരമായി മാറും എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചു പുറത്തുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങിയ ചൈനയും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച ഒന്നാം ഘട്ടം മാത്രമാണ്. അത് തുടരുന്നുണ്ട്. ഏപ്രിൽ മാസം അദ്ദേഹം ചൈനയിൽ വരുന്നുണ്ട്. അതിനുശേഷം ഷീ ജിൻപിങ് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ലോക സമ്പദ് വ്യവസ്ഥയെ അതിശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന, ലോക രാഷ്ട്രീയ വ്യവസ്ഥയെ പോലും ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും അമേരിക്കയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കപ്പെടുന്ന ഏത് സംഗതിയാണെങ്കിലും അത് ഉപരോധമായാലും അവർ തമ്മിലുള്ള വ്യാപാരത്തിലുള്ള സാധാരണ സമാധാനം കൊണ്ടുവരുന്ന സംരംഭമായാലും അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് റഷ്യക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരിക്കും, ഇന്ത്യക്ക് നെഞ്ചിടിപ്പ് കൂട്ടും, ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ എത്തിയിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ചൈനയെ നമ്മൾ ശത്രുവായി കാണണം എന്ന് പറയുന്ന ആശയമാണ്. അത് മാഗയുടെ ആശയം അതാണ്, റിപ്പബ്ലിക്കന്മാരുടെ ആശയം അതാണ്, ഡെമോക്രാറ്റുകളുടെ ആശയം അതാണ്. ഇതൊക്കെ ചൈനയെ ശത്രുവായി കാണുന്നതാണ്. പക്ഷെ ആ ആശയത്തിനെ പരിഗണിക്കാതെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഗുണകരമാകുന്ന എന്തെല്ലാം നടപടികൾ ചെയ്യാമോ അതൊക്കെ ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതാണ് നമ്മളിപ്പോ ചൈനയിൽ കണ്ടത്. ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യക്ക് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ട്, ഒരു ജിയോ ഇക്കണോമിക് പൊസിഷൻ ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ട്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ ആവർത്തി പറയാം, രണ്ട് കാരണങ്ങളാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോക രാജ്യങ്ങൾക്കെല്ലാം വേണം. എന്താ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ഇന്ത്യ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ മാർക്കറ്റ് ഉപയോഗിക്കണം, ആ മാർക്കറ്റ് ഉപയോഗപ്പെടുത്താൻ കഴിയണം ആ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ചൈന എന്നുള്ള രാജ്യം. ചൈന നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു കാരണം നമ്മുടെ മാർക്കറ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇത്രയും വിപുലമായ ശക്തമായ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് സ്നേഹം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. അല്ലാതെ ഇന്ത്യയെ അങ്ങ് സ്നേഹിച്ച് വികസിപ്പിച്ച് കളയാമെന്നുള്ള ആഗ്രഹമൊന്നും കൊണ്ടല്ല. ഈ പറഞ്ഞതാണ് ഇന്ത്യയുടെ ഈ 140 കോടി ജനങ്ങളുള്ള മാർക്കറ്റാണ് ഒന്നാമത്തത്. അമേരിക്കയ്ക്ക് നമ്മളോട് താല്പര്യം തോന്നാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കലി വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. എന്താണ് സ്ട്രാറ്റജിക് പൊസിഷൻ? സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്നത് അമേരിക്ക ഒന്നാമത്തെ ശത്രുവായി കാണുന്ന ചൈനയുടെ അയൽ രാജ്യത്ത് കിടന്നുകൊണ്ട് ചൈനയെ ഏതെങ്കിലും വിധത്തിൽ ചുറ്റിവളയുകയോ തടയുകയോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ ഒപ്പം നിന്നുകൊണ്ട് ചൈനയ്ക്കെതിരായിട്ടുള്ള ആക്രമണം പോലും സംഘടിപ്പിക്കാൻ കഴിയുന്ന ഏക രാജ്യം വാസ്തവത്തിൽ ഇന്ത്യയാണ്. അത് ഓസ്ട്രേലിയ അല്ല, ജപ്പാനല്ല, സൗത്ത് കൊറിയ അല്ല, അവരാരുമല്ല. ഇവർക്ക് ഇന്ത്യക്കാണ് ചെയ്യാൻ കഴിയും. കാരണം ഇന്ത്യ അത്രമാത്രം ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ്, ഇന്ത്യ അത്രമാത്രം ശക്തമായ സൈനിക വ്യവസ്ഥയാണ്. അപ്പൊ അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ കോൺഗ്രുവൻസ്, ഒരു സ്ട്രാറ്റജിക് കോൺഗ്രുവൻസ് തന്നെയുണ്ട്, ഒരു അഭിപ്രായ ഐക്യം തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ അഡ്വാൻറ്റേജ് കൂടി ഇന്ത്യക്ക് ഉള്ളത് കൊണ്ടാണ് ഈ 2000-ന് ശേഷം മുതൽ ഇന്ത്യയും ചൈനയുമായിട്ട് വളരെ തന്ത്രപരമായ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരവധി നമുക്കറിയാം ഈ ഫൗണ്ടേഷണൽ എഗ്രിമെന്റ് എന്ന് പറയുന്ന, അതായത് അമേരിക്കയുടെ നമ്മൾ ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പിട്ടതിന് ശേഷം
അതിനുശേഷം ഈ ഫൗണ്ടേഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്ന 4 സുപ്രധാനങ്ങളായിട്ടുള്ള തന്ത്രപരമായ കരാറുകളിൽ ഇന്ത്യയും അമേരിക്കയും ചേർന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ തരത്തിൽ നമ്മൾ പറയും, വാജ്പേയിയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നാച്ചുറൽ അലൈസ് ആണ്, നാച്ചുറൽ ഫ്രണ്ട്സ് ആണ് 2 ജനാധിപത്യ രാജ്യങ്ങൾ. ഒന്ന് വളരെ പഴയ ജനാധിപത്യം, ഒന്ന് വളരെ വലിയ ജനാധിപത്യം. ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അതിശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യം 2 രാജ്യങ്ങൾക്കുമുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ്, അതായത് ആ രാജ്യത്തിന് മാത്രം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് മാത്രം ഗുണം മതി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു പ്രസിഡന്റ് ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ പേരിൽ പോലും ഈ ചൈനയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല? ചൈന, അമേരിക്ക എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. എന്ന് പറയാൻ മാത്രമല്ല, ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ ശത്രുവാണ് എന്ന് പറയുന്ന പോലെ നമ്മളും ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന രാജ്യം തന്നെയാണ് ചൈന. അപ്പൊ ആ ചൈന അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പോലും അമേരിക്കയുമായിട്ട് ബന്ധം ശക്തപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് പറയുമ്പോൾ എണ്ണ കുറയ്ക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്, അവർക്ക് കീഴടങ്ങിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. ഈ തന്ത്രപരമായ പങ്കാളി എന്ന സ്ഥാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അത് നിലനിർത്താൻ എന്താണ് ഇനി ഇന്ത്യ ചെയ്യേണ്ടത്? അതിലേക്ക് നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുടെ സ്ട്രാറ്റജിക് പാർട്ണർ എന്ന സ്ഥാനം നിലനിർത്താൻ, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്താണ് ഈ ഘട്ടത്തിൽ? പ്രത്യേകിച്ച് ഒരു ട്രസ്റ്റഡ് ആയ സ്റ്റേറ്റ്സ്മാൻ അല്ല ട്രംപ് എന്നത് ആവർത്തിച്ച് ട്രംപ്
തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിലുള്ള അവകാശവാദത്തിലായാലും റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിലായാലും ഒക്കെ ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കൂടിക്കാഴ്ചയുടെ സാധ്യതകൾ അതുകൊണ്ട് തന്നെ ഒഴിവാക്കപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഡയലോഗിനുള്ള സാധ്യതകൾ ഒഴിവാക്കുകയാണോ ഇന്ത്യ ചെയ്യേണ്ടത്, അതോ ഷീ ജിൻപിങ് ചെയ്തതുപോലെ ഇപ്പോൾ കൊറിയയിൽ വെച്ചൊരു കൂടിക്കാഴ്ചയിലാണ് ഇത്തരം നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്? ഏതൊരു സാധ്യതയും ഉപകാരപ്പെടുത്തും വിധം ഡയലോഗുകൾ പുനരാരംഭിക്കുകയാണോ ഇന്ത്യ ചെയ്യേണ്ടത്? നല്ലൊരു ആംഗിളാണത്. ഈ ഡയലോഗിനുള്ള പരസ്പര ഈ സംസാരത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കി വിടുന്നത് ന്യായീകരിക്കാവുന്നതാണോ? ചൈന ഉപയോഗിക്കുന്നത് പോലെ അവസരം കിട്ടുന്ന ബുസാനിൽ വെച്ചുള്ള APEC സമ്മേളനത്തിൻ്റെ സൈഡ് ലൈനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാനുള്ള അവസരം തന്ത്രപരമായ അവസരമായി കണ്ടുകൊണ്ട് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് അത് ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ മലേഷ്യയിൽ വെച്ച് കോലാലംപൂരിൽ വെച്ച് നടന്ന ASEAN ഉച്ചകോടിയുടെ സൈഡ് ലൈനിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാനുള്ള അവസരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗപ്പെടുത്തിയില്ല. ഓൺലൈനിലായ യോഗത്തിൽ ചേർന്നുകൊണ്ട് ട്രംപിന് മുന്നിൽ നേരിട്ട് മുഖം കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. ആ രീതിയിലാണ് ഇപ്പോൾ ഈ കമ്പാരിസൺ വരുന്നത്. പക്ഷേ നോക്കൂ, ടൈമിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രേണുക. ഈ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കാണുന്നത് ഏറ്റവും ഉചിതമായ സ്ഥലത്തും സമയത്തും ആകണം എന്ന നിഷ്കർഷയുണ്ട് ഇന്ത്യക്ക്. അതൊരു സ്ട്രാറ്റജിയാണ്. 2, പറഞ്ഞത് മാറ്റിയും മറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന ട്രംപിൻ്റെ ശൈലിയും നരേന്ദ്രമോദിയുടെ ശൈലിയും, നരേന്ദ്രമോദി ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ വലിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഇന്നത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന വലിയ ജൽപ്പനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇവിടെ ഇന്ത്യയുടെ പ്രയോറിറ്റീസ് ഇന്ത്യ ചെയ്യുകയാണ്. ആ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇവിടുത്തെ ചോദ്യം. എന്നോട് ചോദിച്ച ചോദ്യമാണ്, അമേരിക്കയെ ഡീൽ ചെയ്യാൻ, അമേരിക്കയുമായി ഒരു തന്ത്രപ്രധാനമായ പങ്കാളി, സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന പദവി നിലനിർത്താൻ ഭാരതം എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതില്ല. സ്വാഭാവികമായി ഭാരതത്തിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഈസ് വെരി മച്ച് റെലവൻറ്റ്. ഇത് അവിടെ ഷോക്കേസ് ചെയ്യുക എന്നതേ ഉള്ളൂ. ഇത് ഷോക്കേസ് ചെയ്യുക പോലും വേണ്ട, സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രോഗ്രഷൻ നോക്കൂ, പോപ്പുലേഷൻ്റെ ക്വാളിറ്റി ആൻഡ് പ്രോഗ്രഷൻ ചൈനയേക്കാൾ മെച്ചപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്ത്യയുടെയും ചൈനയുടെയും പോപ്പുലേഷൻ സെയിമാണ്, ഓൾമോസ്റ്റ് സെയിമാണ്. 142-143 കോടി. ഈ ജനത്തിൻ്റെ ഏതാണ്ട് ഒരു 38 കോടിയോളം ഇന്ത്യയിലും ചൈനയിലും ഒക്കെ മിഡിൽ ക്ലാസ് പോപ്പുലേഷനാണ്. ഇത് രണ്ടും മാർക്കറ്റാണ്. ചൈനയിൽ ഞാൻ അംഗീകരിക്കുന്നു ആ ഒരു വാദഗതി. ചൈനയിലെ മിഡിൽ ക്ലാസ്സിന് ലേശം പർച്ചേസിംഗ് പവർ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിനേക്കാൾ കൂടുതലുണ്ട് എന്ന് വാദഗതി സമ്മതിക്കുന്നു. പക്ഷേ ആത്യന്തികമായി പ്രോഗ്രഷൻ ഭാരതത്തിനാണ് എന്നതാണ്. കാരണം ചൈനയുടെ 1 ചൈൽഡ് പോളിസി ചൈനയ്ക്ക് ഭാവി വളർച്ചാ സാധ്യത ഒരുപാട് കുറച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അതല്ല. ഇത് പരിഗണിക്കുമ്പോൾ അമേരിക്കയ്ക്ക് എന്നല്ല, ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾ ഇന്ത്യയിലേക്ക് തിരിയുമെന്നതാണ്. ശരി, നിർമ്മൽ യോജിക്കുന്നുണ്ടോ ഇതിനോട്? ഇന്ത്യയുടെ ജിയോഗ്രാഫിക് സ്ട്രക്ചർ സാധ്യതകൾ ഒക്കെ ട്രംപിനെ ഇങ്ങോട്ടേക്ക് മാടി വിളിക്കുമെന്ന അഭിപ്രായത്തോട്? അല്ല, അത് പൂർണ്ണമായിട്ടും രണ്ടു കൂട്ടരും, ജോസഫ് സാർ പറഞ്ഞതും ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതും രണ്ടു കൂട്ടരും പറഞ്ഞത് അംഗീകരിക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് മാടി വിളിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയ്ക്കുള്ള ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് ഇന്ത്യയെ മാത്രം പോരാ. അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ അതേസമയം കൂട്ടുകാരനായി വെച്ചുകൊണ്ട് പോകണം. അമേരിക്ക അതേസമയം ചൈനയെ കൈവിട്ട് കളയാൻ പാടില്ല. അവിടെയാണ് ഇന്ത്യയുടെ പ്രശ്നം നിൽക്കുന്നത്. ഇതിലൊക്കെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഇന്ത്യ ആയിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ ഡൗൺ ദ ലൈൻ ഈ 5, 10, 15 വർഷം കഴിയും, നമ്മൾ 2047 എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റാണ് നമ്മുടേത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ് നമ്മൾ. വളരെ സ്റ്റേബിൾ ആയിട്ടൊരു ഒരു കൺട്രിയും കൂടെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കൂട്ടുപിടിക്കാൻ സാധിക്കുന്ന, യുദ്ധം നടത്താൻ സാധിക്കുന്ന, സർവൈലൻസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യം, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ട്രേഡ് നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ മാർക്കറ്റുള്ളത് ഇന്ത്യക്കാണ്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല, തീർച്ചയായിട്ടും ശരി തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അമേരിക്കയുടെ പ്രശ്നം എന്താണ്? അവർക്ക് പാകിസ്ഥാനെ സ്ട്രാറ്റജിക് വെച്ചുകൊണ്ടിരിക്കണം, ചൈനയും വെച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഇടയിലായി പോയി ഇന്ത്യ. 2-3 ഇടയിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, മാന്യനായിട്ടുള്ള പാർട്ണറാണ് ഇന്ത്യ. അവിടെയാണ് പ്രശ്നം. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വലിയ അടുപ്പം അമേരിക്കയും ചൈനയും തമ്മിൽ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ ബാർഗൈനിങ് പവർ കുറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താകും തീരുമാനമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.